ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കണമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പുതുവത്സരം ജീവകാരുണ്യ സേവന ഉത്തരവാദിത്വം പുതുക്കുന്നതിനുള്ള അവസരമാണെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കാജുക്കാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി ഓൾ കേരള ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റ് ജനുവരി 3-4 തീയതികളിൽ വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കൽ. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് ഹസൻ നെടിയനാടിന് ആദരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കണമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നവകേരളം സർവേയിലാണ് കൈതപ്രം ഈ ആശയം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പങ്കുവച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം ജനമനസ്സറിയാനായി സർക്കാർ പ്രഖ്യാപിച്ച നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം സർവേ ആരംഭിച്ചു. സർക്കാർ വളണ്ടിയർമാർ വീടുകൾ കയറിയാണ് സർവേ നടത്തുന്നത്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയോ എന്ന് അറിയുകയാണ് മുഖ്യ ലക്ഷ്യം. ഒപ്പം വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ചോദിക്കുന്നുമുണ്ട്. 2 പേരടങ്ങുന്ന സംഘമാണ് വാർഡുകൾ കേന്ദ്രീകരിച്ച് അഭിപ്രായങ്ങൾ തേടി വീട്ടിലെത്തുന്നത്. കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വീട്ടിൽ നടത്തിയ സന്ദർശനത്തിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കുക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഗ്വാളിയർ ഏൺസിന്റെ സ്ഥലങ്ങളുണ്ട് മാവൂര്. ഒരാൾക്ക് പ്രയോജനമില്ലാതെ ഒരു കാട് പോലും ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ 100 കണക്കിന് ഏക്കർ സ്ഥലമുണ്ട്. അത് ഉപയോഗിച്ചാൽ എനിക്കൊരു 20 ഏക്കർ സ്ഥലം കിട്ടുമെങ്കിൽ അവിടെ 10 ഏക്കറിൽ ഒരു കേരളത്തിലെ കലകളുടെ ഒരു കേന്ദ്രമായിട്ട് ഉള്ള ഒരു കലാഗ്രാമം എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. ഈ കലാഗ്രാമം സംഗീത സാന്ത്വനത്തിന് ഉപയോഗിക്കാൻ പറ്റും, കലാകാരന്മാരുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓരോ കേരളത്തിലെ മാഞ്ഞു പോകുന്ന കലകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ പറ്റും. ഇത് ഒരു ഗ്രാമത്തിലേക്ക് വന്നാൽ എല്ലാവരും കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളൊരു വലിയൊരു ഗ്രാമം ഉണ്ടാക്കാൻ എനിക്ക് ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ കലാഗ്രാമം എന്ന് പറയുന്ന സാധനം എന്നെ പോലുള്ള ഒരാൾക്കെ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിന് എൻ്റെ പരിശ്രമങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഗവൺമെൻറ്. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. പരിപാടിയുടെ ഭാഗമായി തിരുവണ്ണൂരിലെ വീട്ടിലെത്തിയ കർമ്മസേനാംഗങ്ങളോടാണ് അദ്ദേഹം ആശയം പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതുവത്സരം ജീവകാരുണ്യ സേവന ഉത്തരവാദിത്വം പുതുക്കുന്നതിനുള്ള അവസരമാണെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുതുവത്സര ആദര ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് ആദരം നൽകി. പുതുവത്സരത്തിന്റെ പ്രസക്തി ഓർമ്മിപ്പിച്ചും മാനവിക മൂല്യങ്ങളും സാമൂഹിക സൗഹാർദ്ദവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചും ആർച്ച് ബിഷപ്പ് മറുപടി പ്രസംഗം നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷത്തിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും അഭിവൃദ്ധിയുടെയും നല്ല ബന്ധങ്ങളുടെയൊക്കെ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ചടങ്ങ് സൊസൈറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി നൂൺ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി അധ്യക്ഷനായിരുന്നു. തപാൽ വകുപ്പിന്റെ സഹകരണത്തോടെ ആർച്ച് ബിഷപ്പിന്റെ ഫോട്ടോ ആലേഖനം ചെയ്ത പ്രത്യേക തപാൽ സ്റ്റാമ്പ് പോസ്റ്റ് ഫോറം സീനിയർ അംഗം ഡോക്ടർ എ വി പ്രകാശിൽ നിന്നും ആർച്ച് ബിഷപ്പ് സ്വീകരിച്ചു.
CMA പ്രസിഡന്റ് കെ ആനന്ദമണി ഉപഹാരം നൽകി. കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റുമാരായ സുബൈർ കൊളക്കാടൻ പൊന്നാടയണിയിച്ചു. റാഫി പി ദേവസ്യ ഫോട്ടോ ആൽബം കൈമാറി. സൊസൈറ്റി വൈസ് ചെയർമാൻ പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി. താളിയോല സാംസ്കാരിക പ്രസിഡന്റ് PI അജയൻ, MDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ തുടങ്ങിയവരും സംസാരിച്ചു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് A ശിവശങ്കരൻ, ഫാദർ റെനി ഇമാനുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാജു കാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി ഓൾ കേരള ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റ് ജനുവരി 3-4 തീയതികളിൽ വെസ്റ്റ് ഹിൽ പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കരാട്ടെ, കിക്ക് ബോക്സിംഗ്, പ്രോ ഫൈറ്റിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ വെയിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങളെന്ന് സംഘാടകർ പറഞ്ഞു. 2 ദിവസമായി 3-4 തീയതികളിൽ നടക്കുന്ന ടൂർണമെന്റ് മാർഷൽ ആർട്സ് ടൂർണമെന്റിന് പുറമെ, അതായത് എല്ലാ വിഭാഗം കരാട്ടെ ആയോധന കലകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരവും, അതോടൊപ്പം തന്നെ കിക്ക് ബോക്സിംഗിൽ 15, 17 അതുപോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരവും, അതേപോലെ ഇപ്പോൾ കരാട്ടയിൽ അല്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരമായ പ്രോഫൈറ്റ്, ആ പ്രോഫൈറ്റും, അങ്ങനെ 3 വ്യത്യസ്ത തരങ്ങളായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആയോധന കലകളിലെ എല്ലാ മത്സരങ്ങളിലും കൂടി പങ്കെടുക്കുന്നവർക്ക് അതിൽ പങ്കെടുക്കാം. അതല്ലെങ്കിൽ വ്യത്യസ്തമായ കിക്ക് ബോക്സിംഗിനാണെങ്കിൽ കിക്ക് ബോക്സിംഗ് പങ്കെടുക്കാം, പ്രോഫൈറ്റിനും പങ്കെടുക്കാം. ജനുവരി 3 രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P നിഖിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മധുകുമാർ അധ്യക്ഷനാകും. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനുവരി 4 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA സമ്മാന വിതരണം നടത്തും. കാജു കാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി 2 വർഷം കൂടുമ്പോൾ ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റ് നടത്തിവരുന്നുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 100 കണക്കിന് മാർഷൽ ആർട്സ് താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയമാണ് വേദി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയപ്പോ ഓക്കെ, വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ ഫോക്ലോർ അവാർഡ് ജേതാവ് ഹസൻ നെടിയനാടിനെ ആദരിച്ചു. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരമൊരുക്കിയത്. കേരള മാപ്പിളകല അക്കാദമി ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടി, TP അബ്ദുള്ള ചെറുവാടി, മിഥിലാജ് കൊടിയത്തൂർ, അബൂബക്കർ എളയിറ്റിൽ, സുബൈർ പന്നൂർ എന്നിവർ ചേർന്നാണ് ഹസൻ നെടിയനാടിനെ ആദരിച്ചത്. കേളി കേരള കർമ്മശ്രേഷ്ഠ കലാരത്ന രചനാ പുരസ്കാരവും അദ്ദേഹത്തിന് സമർപ്പിച്ചു. ആദരമായി പൊന്നാടയും മണികിരീടവും മരതക പട്ടും വളയും പ്രശസ്തി പത്രവും നൽകി. മാപ്പിളകല അക്കാദമി എന്ന പേരിലൊരു സംഘടന രൂപീകരിക്കുകയും അതിൽ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അരിക്കുട്ടിയുടെ ഇന്ന് എനിക്ക് തന്ന ഈ ഉപഹാരം വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ്.
മാപ്പിള പാട്ടരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഫോക്ലോർ അക്കാദമിയുടെ ഈ അവാർഡിന് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അലിക്കുട്ടി നൽകിയ ഈ ഉപഹാരം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ചടങ്ങിൽ മുഖ്യാതിഥികളായി കാനേഷ് പൂനൂർ, പക്കർ പന്നൂർ, ഖാദർ കണ്ണൂർ, സലാം മാവൂർ, അൻസിൽ കാട്ടൂർ, നസീർ പാനൂർ, ഹനീഫ കണ്ണൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗാനരചയിതാവ് ഫസൽ കൊടുവള്ളി, അലി ആരാമ്പ്ര എന്നിവർ നേതൃത്വം നൽകി. ഹസൻ നെടിയനാട് എഴുതി, TP അബ്ദുള്ള ചെറുവാടി സംഗീതം ചെയ്ത് കുന്നമംഗലം CK ആലിക്കുട്ടിയും സംഘവും ആകാശവാണിയിലും ദൂരദർശനിലും പാടിയ പാട്ടുകളുടെ അവതരണവും നടന്നു. കരകടലിൽ വസിക്കും സർവ ചരാചരങ്ങൾ എന്നും അഭയമല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്കാലത്തിൽ വിട പറഞ്ഞ മീഡിയ 1 സീനിയർ ക്യാമറ പേഴ്സൺ CP അനൂപിന് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരുടെ അനുശോചനം. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മീഡിയ 1 എഡിറ്റർ പ്രമോദ് രാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മീഡിയ 1 സീനിയർ ക്യാമറ പേഴ്സൺ CP അനൂപിന്റെ അകാല വിയോഗത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ഹാളിൽ അനുശോചന യോഗം ചേർന്നു. മീഡിയ 1 എഡിറ്റർ പ്രമോദ് രാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തിരിച്ചു വരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ വീട്ടുകാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ സഹായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് അനൂപിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വാർത്ത കണ്ടുകൊണ്ടിരിക്കുക, മീഡിയ 1 ചാനൽ കണ്ടുകൊണ്ടിരിക്കുക എന്നതായിരുന്നു. അങ്ങ് കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ എൻ്റെ അസുഖം മാറും എന്നൊരു തോന്നൽ മനസ്സിൽ അനൂപിനുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കാണുക എന്ന് പറയുന്നത് ഈ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല. തൻ്റെ ജോലിയോട് അത്രയധികം സ്നേഹം കാണിച്ച ഒരാളാണ്. ജോലി ചെയ്യാതിരിക്കാൻ അനൂപിന് കഴിയുകയില്ല എന്നതായിരുന്നു സത്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നമ്മളുമായി സംസാരിച്ച ധാരാളം ആളുകൾ, ഇപ്പോൾ സ്ഥാപനത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് സംസാരിച്ച ഒട്ടനവധി ആളുകളും പറയുന്നത് അതാണ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KS രേഷ്മ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. M ഫിറോസ് ഖാൻ, A മുഹമ്മദ് അസ്ലം, MK സുഹൈല, സനോജ് കുമാർ ബേപ്പൂർ, രമേശ് കോട്ടൂളി, M വ്യാസ്, സോഫിയ ബിന്ദ്, M ഷാജഹാൻ, ഷിത ജഗത്ത്, P അനിൽ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP രമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൈവ പച്ചക്കറി കൃഷിക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയുടെ 10ാം വാർഷികാഘോഷങ്ങൾ വർണ്ണാഭമായി നടന്നു. ചടങ്ങിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. സേവ് ഗ്രീൻ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സഹകരണോത്സവത്തിന് കൊച്ചിൻ ബേക്കറി ചെയർമാൻ ഗിന്നസ് രമേശ് തിരി തെളിയിച്ചു. സേവ് ഗ്രീൻ സെക്രട്ടറി രാഖി രാജൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് MP രജുൽ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഒന്നിച്ചു മുന്നേറുന്നു. ഹോട്ടൽ മെറീന റെസിഡൻസിയിൽ നടന്ന സഹകരണോത്സവ ചടങ്ങിന്റെ ഉദ്ഘാടനം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പബ്ലിക് പ്രോസിക്യൂട്ടർ അരുൺനാഥ് K നിർവഹിച്ചു. ബാങ്ക് ഫെസിലിറ്റി എന്നുള്ള അതിന് പുറമെ ഈ സേവ് ഗ്രീൻ എന്നുള്ള ആ ഒരു കാര്യമാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. കാരണം നമുക്കിപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹെൽത്തി ഒരു എൻവറോൺമെന്റ് ആണ്, ഒരു പരിസ്ഥിതിയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പോകുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കൂട്ടായ്മ ആ പ്രകൃതിയെ നിലനിർത്താനും നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന റെജുലേറ്റിന്റെ ടീം അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘടന വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഡോക്ടർ PP പ്രമോദ് കുമാർ, M രാജൻ, VV സഞ്ജീവ്, സുധീർ കുമാർ KV, CK ഷിബുരാജ് എന്നിവരെ ചടങ്ങിൽ അരുൺനാഥ് പ്രയത്നരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. കുട്ടികൾക്കായുള്ള സഹകരണ ജ്യോതി നിക്ഷേപ പദ്ധതിയുടെ ബ്രോഷർ അരുൺനാഥിൽ നിന്ന് റീഗൽ ബേക്ക് ചെയർമാൻ
KR രഞ്ജിത്ത് ഏറ്റുവാങ്ങി. ഗീതാഞ്ജലി ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് മാനേജിംഗ് ഡയറക്ടർ VM വിജയൻ, മുരളി ബ്രാൻഡ് കൈമ മാനേജിംഗ് ഡയറക്ടർ അക്ഷയ മുരളി, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും കനറ ബാങ്ക് റിട്ടയർഡ് ചീഫ് മാനേജറുമായ ലില്ലി പ്രഭ, വിദ്യാനികേതൻ കോളേജ് പ്രിൻസിപ്പൽ ബിന്ദു നമ്പ്യാരത്ത്, സേവ് ഗ്രീൻ ഡയറക്ടർമാരായ KP ജഗദീഷ്, TK ബിബിൻ കുമാർ, ലവീന രമേശ്, നൈന മുരളി, സജിത, മുല്ലേരി ചന്ദ്രശേഖരൻ നായർ, രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി തിരുവണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിന് ബാഡ്മിന്റൺ കോർട്ട് കുട്ടികൾ നിർമ്മിച്ചു നൽകി. ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന പ്രമേയത്തിൽ കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സംഘടിപ്പിച്ച 7 ദിവസം നീണ്ടുനിന്ന സഹവാസ ക്യാമ്പ് സമാപിച്ചു. തിരുവണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു ക്യാമ്പ് നടന്നത്. സമാപന ചടങ്ങിന്റെ ഭാഗമായി ക്യാമ്പ് അംഗങ്ങൾ തിരുവണ്ണൂർ സ്കൂളിനായി നിർമ്മിച്ചു നൽകിയ ബാഡ്മിന്റൺ കോർട്ടിന്റെ സമർപ്പണം വാർഡ് കൗൺസിലർ ആയിഷ ബി പണ്ടികശാല നിർവഹിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവണ്ണൂർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് രമാദേവി മുഖ്യാതിഥിയെ പങ്കെടുത്തു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കീഴിൽ നടന്ന ക്യാമ്പിൽ വിവിധ കർമ്മ പദ്ധതികളും ക്ലാസുകളും നടന്നു. സമാപന ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ CT ഫാത്തിമ, അധ്യാപകരായ രജനി നസ്രീൻ, സർഷാർ അലി, സജിത് മോട്ടി, PTA എക്സിക്യൂട്ടീവ് അംഗം ഹർഷാദ് എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സജീവ സാന്നിധ്യം കൊണ്ടും ക്യാമ്പ് ശ്രദ്ധേയമായി. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ TP മുഹമ്മദ് ബഷീർ, NSS ലീഡർ ഷബാസിയ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് ജനുവരി 4-ന് കോഴിക്കോട്ട് സ്വീകരണം നൽകും. സ്വീകരണ പരിപാടിക്ക് മുതലക്കുളം മൈതാനം വേദിയാകും. 100ാം വാർഷികം നടക്കുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ അവസാന പരിപാടി എന്ന നിലയിൽ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് കേരള യാത്ര നടക്കുന്നത്. മനുഷ്യർക്കൊപ്പം എന്നാണ് ഈ യാത്രയുടെ പ്രമേയം. നമുക്കറിയാം, സമൂഹത്തിലൊക്കെ വർദ്ധിച്ചു വരുന്ന ഉച്ചനീചത്വങ്ങളും അതുപോലെ ധാരാളം തിന്മകളിലേക്ക് വഴിതെറ്റുന്ന നമ്മുടെ യുവതലമുറ എല്ലാ മേഖലകളിലേക്കും ഒരുതരം സ്വജനപക്ഷപാതവും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ രീതിയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള യാത്ര നടക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കാസർഗോഡ് നിന്നും ആരംഭിച്ച കേരള യാത്രയ്ക്ക് ജനുവരി 4-ന് കോഴിക്കോട്ട് സ്വീകരണം നൽകും.
വൈകിട്ട് 3-ന് മുതലക്കുളം മൈതാനത്തെ സ്വീകരണ പരിപാടി ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്യും. നഗരത്തിന്റെ ആദരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് സമ്മാനിക്കുമെന്ന് സ്വീകരണ പരിപാടിയുടെ സംഘാടകരായ അഫ്സൽ കൊളാരിയും നാസർ സഖാഫി അമ്പലക്കണ്ടിയും അബ്ദുൾ ഹമീദ് കൊടിയത്തൂരും അറിയിച്ചു. യാത്ര 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംഗീത കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കലാപരിപാടികളും ഗാനമേളയും ആഘോഷത്തിന്റെ ഭാഗമായി. സംഗീതകലാ സാംസ്കാരിക വേദി SKSVയുടെ നേതൃത്വത്തിൽ മൊകവൂർ അഭിനം വേദിയിൽ വെച്ചാണ് പുതുവത്സരാഘോഷങ്ങളും ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. ഗാനരചയിതാവ് രാജേഷ് K നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. SKSV പ്രസിഡന്റ് മിനിജ ജ്യോതിഷ് അധ്യക്ഷയായിരുന്നു. ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സമാധാനവും സ്വൈര്യപൂർണവുമായ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും ഞാൻ തിരിച്ചറിയുന്നു. ആയതിനാൽ മയക്കുമരുന്നിനെയും ലഹരിയെയും അകറ്റി നിർത്തുവാനും ഞാൻ ബാധ്യസ്ഥനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പ്രശസ്ത ഗസൽ ഗായകൻ KT ബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CK രാജൻ, P ജയകൃഷ്ണൻ, ചാത്തനാടത്ത് പ്രേമൻ, അജിത് കുമാർ K, മനോജ്, ദേവദാസ്, പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കണമെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. പുതുവത്സരം ജീവകാരുണ്യ സേവന ഉത്തരവാദിത്വം പുതുക്കുന്നതിനുള്ള അവസരമാണെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കാജുക്കാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി ഓൾ കേരള ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റ് ജനുവരി 3-4 തീയതികളിൽ വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കൽ. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് ഹസൻ നെടിയനാടിന് ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.